നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വരുന്ന ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇലക്ഷനാണ്. തിരുവനന്തപുരം നിവാസികൾക്കെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ഇലക്ഷനായിട്ട് അവർ കാണുന്നു. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കോർപ്പറേഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. നമ്മുടെ 3 tier ഡെമോക്രസിയിൽ ഒരു ലോക്കൽ ബോഡി, ഒരു കോർപ്പറേഷന്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. വീട്ടു ചുറ്റുമുള്ള പ്രശ്നങ്ങൾ, നഗരത്തിന്റെ പ്രശ്നങ്ങൾ, നഗരത്തിലും പഞ്ചായത്തിലും താമസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഉത്തരവാദിത്വം കോർപ്പറേഷന്റെ ആണ്. അത് മാലിന്യമാണോ, കുടിവെള്ളമാണോ, റോഡാണോ, സുവേജ് ആണോ, ഡ്രെയിനേജ് ആണോ, തെരുവുനായ ശല്യമാണോ, ഇതിനെല്ലാം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷന്റെ ആണ്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് 45 കൊല്ലമായി ഭരിച്ചത് LDF ആണ്. 45 കൊല്ലം മുമ്പേ നടക്കുന്ന പ്രശ്നങ്ങളും ഇന്നും അതേ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഈ നഗരം മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ കഴിഞ്ഞ 10 കൊല്ലം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നയിക്കുന്ന CPM ഇവിടെ ഭരിച്ച കാലം. ഞാനിപ്പോ പറഞ്ഞ ഓരോ കാര്യം, മാലിന്യമാണോ, കുടിവെള്ളമാണോ, സൂവേജ് ആണോ, തെരുവുനായ ശല്യമാണോ, ഇതിനെക്കുറിച്ച് ഒരു പരിഹാരവും കഴിഞ്ഞ 10 കൊല്ലം, ഞാൻ 45 കൊല്ലം അതിനെക്കുറിച്ച് പറയുന്നില്ല, 10 കൊല്ലം നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി CPM-നെ നയിക്കുമ്പോൾ, കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ ഇതിന്റെ ഒരൊറ്റ പരിഹാരം അവർ ഇതുവരെ സൃഷ്ടിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇന്നും 10 കൊല്ലം ഈ കഴിവില്ലായ്മയും ഭരണമില്ലായ്മയും വികസനമില്ലായ്മയും പ്രീണവും ഇതെല്ലാം ചെയ്തിട്ടും ഇന്ന് പിന്നെ എന്തിനാണ് അവർ വോട്ട് ചോദിക്കുന്നത്? അതിന് പിന്നൊരു കാരണമുണ്ട്. ആ കാരണമാണ് അഴിമതി. LDF-ന് UDF-നും ഭരണം പിടിക്കാൻ അവർക്കൊരു ലക്ഷ്യമാണ്, രാഷ്ട്രീയ ലക്ഷ്യമാണ്, അത് എല്ലാവർക്കും ആണ്. പക്ഷേ അവര് ഭരിക്കുമ്പോൾ, അവര് ഭരണം കിട്ടുമ്പോൾ, ജനങ്ങൾ വിശ്വസിച്ച് അവർക്ക് ഒരു അവസരം കൊടുക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? അതിന്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഇന്ന് മാധ്യമ സുഹൃത്തും നിങ്ങളെ വഴി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നത്. അഴിമതിയാണ് അവരുടെ ലക്ഷ്യം, അഴിമതിയാണ് അവരുടെ രാഷ്ട്രീയം. ഇവര് രാഷ്ട്രീയം ചെയ്യുന്നത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് 2 ഉദാഹരണം ഞാൻ മുമ്പോട്ട് വെക്കാൻ പോകുന്നു പാർട്ടി. ഒന്ന്, കിച്ചൺ വേസ്റ്റ് ബിൻ കറപ്ഷൻ, കിച്ചൺ വേസ്റ്റ് ബിൻ അഴിമതി. ജനങ്ങളിലെ മാലിന്യം പ്രശ്നം പരിഹരിക്കാൻ അതിന്റെ പേരിൽ അഴിമതി ചെയ്യുന്ന ഒരു കേസ്. രണ്ടാമത്തത്, ഇവരൊരു ടെൻഡറിംഗ് രീതി. എത്രയോ ടെൻഡേഴ്സ്, ഓഡിറ്റ് ചെയ്യാത്ത ടെൻഡേഴ്സ്, അവരൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു, ടെൻഡർ ചെയ്യുന്നു. ഇതൊരു ഫിക്സ്ഡ് മാച്ച് ആയിട്ട് അവർ ടെൻഡർ ചെയ്യുന്നത്, ഒരു ഗൂഢാലോചന, അഴിമതിന്റെ ഒരു കോൺസ്പിറസി. എത്രയോ ടെൻഡേഴ്സ് അവര് എസ്റ്റിമേറ്റിന്റെ 3 രൂപ കമ്മിയാക്കി അവാർഡ് ചെയ്യുന്നു. എന്നിട്ട് ഒറ്റ ടെൻഡർ ഇത് ഓഡിറ്റ് ചെയ്യാത്ത ഒരു ഭരണമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ LDF ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഒരു വീഡിയോ, ഈ തെളിവും, ഇത് എവിഡൻസ് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇത് അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു വെറുതെ പറയാനല്ല, ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്. ജനങ്ങൾ വിശ്വസിച്ച് ഭരിക്കാൻ ഒരു അവസരം കൊടുത്തപ്പോൾ LDF എന്ത് ചെയ്തു, അതിന്റെ ഒരു തെളിവാണിത്. ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹരിക്കേണ്ട പേരിൽ
അഴിമതി ചെയ്യുന്ന ഒരു LDFും UDF ആണ് നമ്മൾ എത്ര കൊല്ലമായിട്ട് സഹിക്കുന്നത്. അതിനെ മാറ്റണം. ഈ ഇലക്ഷനിൽ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്, ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഒരു മാറ്റം കൊണ്ടുവരണം. അഴിമതി രഹിത ഭരണം ജനങ്ങളുടെ അവകാശമാണ്. ഇത് നമ്മൾ നിർത്തണം. ഈ LDFും UDF ചെയ്യുന്ന തെറ്റും ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു ഭരണം നമ്മൾ മാറ്റണം. ഈ വീഡിയോ നമ്മൾ ആദ്യം കാണുക, അത് കഴിഞ്ഞിട്ട് 2 വാക്ക് ഇനിയും സംസാരിക്കാം.